നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനോടൊപ്പം പ്രേതബാധകൾ. ഈ പ്രേതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, അത് എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത്, നമ്മളിലേക്ക് വരുമോ, വന്നാൽ എങ്ങനെ വരും, എങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു വാസ്തുപരമായിട്ടുള്ള ദോഷത്തെക്കുറിച്ചാണ്. വാസ്തു എന്ന് വെച്ചാൽ നമ്മളൊരു ഭൂമി വാങ്ങിച്ച്, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു വീട്, സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിച്ച് വീട് വയ്ക്കുക. അങ്ങനെ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ, ഒരു ഭൂമി വാങ്ങിച്ച് വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ കൂടി പറയുന്നുണ്ട്. പക്ഷേ അതുവഴി വരുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ അതുവഴി വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇത് പരിഹരിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള ഒരു സംഭവ കഥയാണ് പറയുന്നത്. ഇത് നിങ്ങൾ കേൾക്കണം. കാരണം നമുക്കൊരു ഭൂമി വാങ്ങിക്കാനോ ഒരു വീട് വയ്ക്കാനോ ഒക്കെ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരാൾ, അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയൊരു ഫാക്ടറിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സത്യസന്ധനാണ്. മറ്റാരെയും ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. വളരെ നല്ലൊരാളാണ്, നല്ല പോസിറ്റീവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭൂമിയോ കടപ്പാടമോ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ വാടകയ്ക്ക് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ഫാക്ടറിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കിട്ടുന്നതൊക്കെ അദ്ദേഹം സ്വരൂപിച്ച് വെച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് അദ്ദേഹം തുടങ്ങി. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു വാടക വീട്ടിൽ, വർഷങ്ങളായിട്ട് ആ വാടക വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം, കുട്ടികളായതിനു ശേഷം ആ വീട്ടിലാണ് വന്നത്. ആ വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്ത് തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് നല്ല ഉയർച്ച. അതിന് ഈ വീടിൻ്റെ മാത്രം ഐശ്വര്യമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മനസ്സ് ഒക്കെ നല്ലതാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ മനസ്സ് നന്നായത് കൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മൾ താമസിക്കുന്ന ഭൂമിയും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടും നന്നായിരിക്കണം. അപ്പോൾ പലരും ചോദിക്കും, സ്വന്തം വീടല്ലോ, വാടക വീടാണല്ലോ എന്ന്. നമ്മളെവിടെയാണോ താമസിക്കുന്നത്, സ്വന്തം വീടായാലും വാടക വീടായാലും, ഇനി ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചാലും, ഒരു പെയിൻ ഗസ്റ്റായിട്ട് പോയാലും, എവിടെയായാലും, ഓസിന് എവിടെയെങ്കിലും 10 ദിവസം താമസിച്ചാലും അവിടെ ഉള്ള ആ നെഗറ്റീവ് നമ്മളെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീട്, വാടകയ്ക്കെടുത്ത വീട്, അവർക്ക് വളരെ പോസിറ്റീവ്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കി കൊടുത്തു. എന്തിനു പറയുന്നു, അവരവിടെ നിന്ന് ഉയർന്ന് നല്ല രീതിയിൽ അങ്ങ് വലുതായി ഒരു 10-17 തൊഴിലാളികളെ വെച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ തൊഴിൽ നന്നായി ചെയ്തുകൊണ്ടിരുന്നു. ഈ വാടക വീട്ടിൽ തന്നെയാണ് അദ്ദേഹം അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി, തൊട്ടപ്പുറത്ത് മാറി ഒരു ഷെഡും ഒക്കെ കെട്ടിയിട്ട് അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കൊണ്ട് കൊടുക്കാനും ഒക്കെ ആൾക്കാരെല്ലാം കൊണ്ട് 10-17 പേര്, 2-3 ചെറിയ വാഹനങ്ങളൊക്കെ എടുത്തിട്ട് വളരെ നല്ല രീതിയിൽ, അപ്പോഴത്തേക്കും നല്ല സാമ്പത്തികം വന്നു തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വന്നില്ല. അദ്ദേഹം അത് ചെയ്തത്, പൈസ കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലോണൊക്കെ എടുത്തിട്ട് അദ്ദേഹം വേറെ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ അതായത് ഇപ്പോൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് സ്ഥാപനം അവിടെയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് ചെയ്താൽ ഈ ബിസിനസ്സിനെ കുറച്ചുകൂടി അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാം, വലുതാക്കാം. അപ്പോൾ സാമ്പത്തികം വരുമാനവും കൂടും. അതിനുള്ള ഓർഡർ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്താ വെച്ചാൽ ആദ്യം സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാമെന്ന് ചോദിച്ചു ഒരിടത്ത് പോയി കുറച്ച് സ്ഥലം വാങ്ങിച്ച് അദ്ദേഹം ഒരു തൊഴിൽ ശാല അവിടെ കെട്ടി അവിടെ തന്നെ ബിസിനസ് തുടങ്ങി. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പോഴത്തെ നമ്മുടെ ഭാഷ പറഞ്ഞ അടിപൊളിയായിട്ട് അദ്ദേഹം വീണ്ടും മുന്നോട്ട് തന്നെ പോയി എന്നുള്ളതാണ്. ദിവസം പ്രതി അദ്ദേഹത്തിന് ഉയർച്ച 17 എന്നുള്ളത് ഇരട്ടി തൊഴിലാളികളായി, നല്ല വരുമാനമായി. പക്ഷെ അപ്പോഴും അദ്ദേഹം താമസം ഈ വാടക വീട്ടിൽ തന്നെയാണ്. ആ വാടക വീട്ടിൻ്റെ ഐശ്വര്യമാണ് അദ്ദേഹത്തിന് ഇത്ര ഉണ്ടാക്കിയത്, അദ്ദേഹത്തിൻ്റെ ഭാഗ്യവും. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് സ്ഥാപനം വേറെ സ്ഥലത്തേക്ക് വന്നു. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഉയർച്ചയുണ്ട്. നല്ല രീതിയിൽ ഉയർച്ച, വാഹനങ്ങളും സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ വരെ വാഹനങ്ങളൊക്കെ ആയി. എന്നിട്ട് അദ്ദേഹം അടുത്തത് അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അവർക്കൊരു വീട്, സ്വന്തമായിട്ടൊരു വീട് വെക്കണം. അപ്പോൾ പലരുടെയും ഉപദേശം കേട്ടിട്ട് ഒരു പഴയ വീട് വാങ്ങിക്കണ്ട, ഒരു പുതിയ വീട് വെക്കാം സ്ഥലം വാങ്ങിച്ച്. അതിനുള്ള സാമ്പത്തികവും ബാങ്ക് ലോണും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കും. ഇതെല്ലാം കൂടെ സംഘടിച്ചിട്ട് അദ്ദേഹം പോയി കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ അദ്ദേഹം ഒരു വീട് പണിയുന്നുമുണ്ട്. അപ്പോൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം അവിടെയാണ്. ഒരു ഭൂമി ഉണ്ടായപ്പോൾ ഒന്നും ദോഷമല്ല. ഭൂമി ഉണ്ടായതിന് ശേഷം മനുഷ്യരുടെ ചില പ്രവൃത്തികളാലാണ് ചില ഭൂമികൾ
ദോഷമായി പോകുന്നത്. അത് മനുഷ്യവാസത്തിനും പറ്റുന്ന വിധത്തിൽ അല്ലാത്ത വിധം അതിനാക്കിയിടും. അതിന് ഈ പറഞ്ഞ കണക്ക് ശത്രുദോഷങ്ങൾ ചെയ്തു വയ്ക്കുക, ക്ഷുദ്രകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തു വയ്ക്കുക, അപമൃത്യു സംഭവിക്കുന്നവരെ ആചാരപ്രകാരം അല്ലാത്ത വിധത്തിൽ അടക്കം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് കാരണം പിന്നീട് ആ ഭൂമിയിൽ ആർക്കും താമസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഭൂമിയാണ് ഇദ്ദേഹം പോയി വിലയ്ക്ക് വാങ്ങിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കോ കാരണോ എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയൊരു അബദ്ധമാണത്. അതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചില്ല. അദ്ദേഹം ഈ ഈശ്വര വിശ്വാസമൊക്കെയാണ്. അദ്ദേഹത്തിന് പറ്റിയത്, അദ്ദേഹം സ്ഥിരമായി പോകുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പോറ്റിയോട് ചോദിച്ചു, ഞാനൊരു വീട് വാങ്ങിക്കുന്നു, അപ്പം അത് നല്ലതാണോ എന്ന് നോക്കണമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പോറ്റി അദ്ദേഹത്തിന് ആദ്യം തൊട്ടേ ഇദ്ദേഹത്തിന് അറിയാം. പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തൊടുന്നതെല്ലാം പൊന്നാകും, നിങ്ങൾ ഒരിക്കലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോയി നോക്കിയതും നല്ലത് തന്നെയാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാം പോറ്റി അങ്ങ് കണ്ണടച്ച് അങ്ങ് പറഞ്ഞു. അതാണ് ഇദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ധൈര്യം ഇത് വാങ്ങിക്കാനായിട്ട്. വാങ്ങിച്ചു, വീട് പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ അന്ന് വരെ അദ്ദേഹം നേരിടാത്ത പ്രതിസന്ധികൾ പലതും അദ്ദേഹത്തിന് വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾ ഉദ്ദേശിച്ച കണക്കിന് പഴയ കണക്ക് അത് സെയിലാകുന്നില്ല, ജോലിക്കാർ പലരും പിരിഞ്ഞു പോകുന്നു, അത്രയും അങ്ങോട്ട് വിജയിക്കുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നഷ്ടത്തിൻ്റെ ഒരു കയ്പ് അനുഭവിച്ചു തുടങ്ങി എന്ന് പറയാം. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് കുറച്ച് സമ്പത്തും ബാങ്കുകാർ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്, പിടിച്ചു തന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹം വീട് പണി പൂർത്തിയാക്കി. അപ്പോഴൊന്നും അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിലപ്പം എല്ലാ സാഹചര്യത്തിലും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ബിസിനസ് നന്നായി മുന്നോട്ട് പോകില്ലല്ലോ, അങ്ങനെ എന്തൊക്കെ ആണെന്നാണ് അദ്ദേഹം ധരിച്ചത്. എന്നിട്ട് അദ്ദേഹം മുന്നോട്ട് തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കി. നാളെ പാല് കാച്ച്. ഇന്ന് അദ്ദേഹം എന്തോ ബിസിനസ് ആവശ്യമായിട്ട് പോയി വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു വൻ അപകടത്തിൽപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1-2 ചെറിയ മുറിവുകളോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു. കാർ പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം. ആ വിധത്തിൽ കാറങ്ങ് പോയി. ഇദ്ദേഹം തൽക്കാലം രക്ഷപ്പെട്ടു. 1-2 മണിക്കൂർ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതിനുശേഷം പാച്ച് വർക്കൗട്ടൊക്കെ കൂടി അദ്ദേഹം വന്നു. അടുത്ത ദിവസം വീട് പാല് കാച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ മുറിവ് അവിടെ ഒട്ടിപ്പോകോടുകൂടിയാണ് നിന്ന് ചെയ്തത്. അത് തന്നെ പലരും പറഞ്ഞു, ഇതൊരു അപശകുനമാണ്, സൂക്ഷിക്കണം. പക്ഷെ പിന്നീട് ആ വീട്ടിൽ താമസമാക്കി, അതായത് പഴയ വാടക വീട് വിട്ടു. പക്ഷെ അദ്ദേഹം ആദ്യം വേറൊരു കാര്യം ചെയ്തു. ഈ വാടക വീട് അദ്ദേഹത്തിന് വിലക്കെടുക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തി. പക്ഷെ അതിൻ്റെ വീട്ടുകാർ കൊടുത്തില്ല. അവർ പറയുന്ന അവരുടെ ഭാഗ്യമാണ്, അവരുടെ കുടുംബം അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ ആ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ ആ ഭൂമിയിലായിരുന്നു, അതുകൊണ്ട് അവരത് കൊടുക്കില്ല. അങ്ങനെയാണ് അദ്ദേഹം മറ്റൊരു ഭൂമി വാങ്ങിച്ചത്. പക്ഷെ ആ ഭൂമിയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയത് വൻ ദുരന്തങ്ങളായിരുന്നു. ബിസിനസ് ഒരടി പോലും മുന്നോട്ട് പോകുന്നില്ല, ദിവസം പ്രതി നഷ്ടങ്ങൾ, തൊഴിലാളികൾ വിട്ടുപോകുന്നു, ചെയ്യുന്ന ബിസിനസ് ഒന്നും വിജയിക്കുന്നില്ല, പ്രോഡക്റ്റുകളെല്ലാം തിരിച്ചു വരുന്നു. അങ്ങനെ ബാങ്കിലെ കടം കൂടി, മറ്റു പല കടങ്ങൾ കൂടി, വസ്തുവകൾ, അതായത് ഒരു സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പലതും വിറ്റു. ഏകദേശം അദ്ദേഹം തറ പറ്റിയില്ല, എങ്കിലും പിടിച്ചു നിൽക്കാമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ പോറ്റി തന്നെയാണ് നിർദ്ദേശിച്ചിട്ട് എൻ്റെ അടുത്ത് വിട്ടത്. അപ്പം ഇത് കയ്പ് പോറ്റി പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു ഭാഗ്യം കണ്ടിട്ടാണ് പറഞ്ഞത്, പക്ഷെ എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഈ പോറ്റി എൻ്റെ ഒരു ശിഷ്യനായിരുന്നു, എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം നോക്കുമ്പോൾ ആ ഭൂമിയിൽ നിന്നും വരുന്ന ദോഷമാണ്. ഞാൻ വീട് പോയി നോക്കി, കൃത്യമായ അളന്നൊക്കെ നോക്കി, വാസ്തുപരമായിട്ട് ഒരു ദോഷവും ആ വീടിനില്ല. ആ വീട് വെച്ച ആളെ നമ്മൾ പ്രശംസിച്ചേ പറ്റുള്ളൂ. അത്ര നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് അദ്ദേഹം വീട് വെച്ചിരിക്കുന്നു. ഒരു വാസ്തുദോഷവും പറയാനുള്ള കൃത്യമായ സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഭംഗിയാണ്. പക്ഷെ ആ ഭൂമിയിൽ നെഗറ്റീവിൻ്റെ വാസമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര നല്ല രീതിയിൽ വാസ്തുദോഷമില്ലാതെ ഒരു വീട് വെച്ചാൽ പോലും നെഗറ്റീവ് സാന്നിധ്യമുള്ള ഭൂമി ആണെങ്കിൽ അവിടെ നമുക്ക് പണി കിട്ടും, അതിന് സംശയമൊന്നും വേണ്ട. അത് തന്നെയാണ് ഇദ്ദേഹത്തിനും കിട്ടിയത്. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഈ അപമൃത്യു സംഭവിച്ച ദുരാത്മാക്കളുടെ സാന്നിധ്യം. അപ്പോഴാണ് പറഞ്ഞത്, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ആ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തിന് ബിസിനസ്സൊന്നും നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, തൊട്ടാൾ നഷ്ടം. ആ രീതിയിൽ, അതായത് 10 രൂപയുടെ കാര്യത്തിന് അദ്ദേഹം 150 രൂപ ചിലവാക്കിയ പോലെ അദ്ദേഹത്തിന് സാധിക്കാത്ത വിധത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരുപാട് വീട്ടിൽ ഉള്ളവർക്ക് ഈ ദുരാത്മാക്കളുടെ അനുഭവം ഒരുപാടുണ്ടായി. വളരെ കുട്ടികളൊന്നും പേടിച്ച് പിന്നെ രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുന്ന, ലൈറ്റ് വിട്ട് എല്ലാവരും കൂടെ ഒരു മുറിയിൽ വന്നിങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്ന അവസ്ഥ വരെ എത്തിപ്പോയി. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി, അതിനെ പൂർണ്ണമായും കർമ്മങ്ങളിൽ കൂടി തന്നെ അത് പൂർണ്ണമായും പരിഹരിച്ചു.
പിന്നീട് ഒരിക്കലും അങ്ങനെ ദോഷങ്ങൾ വരാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരുപാട് സമ്പത്ത് അതിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നു. പക്ഷെ ചിലവാക്കിയെങ്കിലും അദ്ദേഹത്തിന് അതിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാനും പിന്നീട് അദ്ദേഹത്തിന് പഴയതുപോലെ അതിനേക്കാളും ഒരുപടി മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും സ്ഥാപനവും ഒക്കെ കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ദോഷവും വന്നിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ഒരു സംഭവം പറഞ്ഞത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ വാസ്തു മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. കാര്യം നമ്മൾ താമസിക്കുന്ന ഭൂമി, അതായത് വാസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിന്നുമുള്ള ഊർജം നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു സമ്പ്രദായമാണ്, ഒരു സിസ്റ്റമാണ് അത് വരുന്ന. കിഴക്കുന്ന് ഉദിക്കുന്ന ഊർജം, സൗരോർജം നമ്മളുടെ വീടിനകത്തേക്ക് കടന്നു വരിക. നമുക്ക് ഈശാനകോണിൽ നിന്നുമാണ് ഭൗമോർജം ഉത്ഭവിക്കുന്ന. അത് നമ്മുടെ റൊട്ടേറ്റ് കറങ്ങി വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള വാതായനങ്ങൾ, ജനലുകൾ, ഇതൊക്കെയാണ് വാസ്തു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഭൂമി അത്രയേറെ പോസിറ്റീവ്, നല്ല ഊർജമുള്ളതായിരിക്കണം, നമുക്ക് ദോഷകരമാകരുത്. അങ്ങനെ ആയാൽ കൂടി മാത്രമേ നമ്മൾ ഒരു ഭൂമിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ നമുക്ക് സ്വസ്ഥമായിട്ട് സാമ്പത്തിക ഭദ്രതയോടുകൂടി രോഗദുരിതങ്ങളില്ലാതെ കഷ്ടതകളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ, നമ്മളൊരു പുതിയ ഭൂമി വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഒരു വിശ്വാസിയാണെങ്കിൽ, വിശ്വാസമില്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. അവിടെ കിടന്ന് അവൻ്റെ കൈയും കാലും ഈ പറഞ്ഞ കണക്ക് പുഴുവെടുത്താൽ പോലും അവൻ അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഒന്നുമില്ല, വാസ്തുവില്ല, ഭൂമി ദോഷമില്ല, ഒന്നുമില്ല, ഞാനിത് അനുഭവിച്ചോളാം എന്ന് പറയും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിച്ചും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അന്ധവിശ്വാസമല്ല ഇത്, നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമ്മളൊരു ഭൂമി വാങ്ങിക്കുമ്പോൾ, നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭൂമി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് അത് നമുക്ക് ആയതാണോ, അത് നമുക്കെന്നല്ല മനുഷ്യവാസത്തിന് പറ്റുന്നതാണോ. ഭൂമി നിന്ന് വരുന്ന ദോഷങ്ങൾ അങ്ങനെയാണ്. ഒരാൾക്ക് മാത്രം ദോഷം വരുന്നത് അപൂർവമാണ്. അതായത് ചില ദുരാത്മാക്കളുടെ സാന്നിധ്യമുള്ള ഭൂമിയാണെങ്കിൽ അവിടെ മനുഷ്യന് താമസിക്കാൻ പറ്റില്ല, പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതായത് ആ ഭൂമി വിറ്റുപോകാൻ സാധിക്കില്ല, പക്ഷെ അവിടെ കിടന്ന് നമ്മൾ നരകതുല്യമായ വേദനകൾ, വിധികൾ അനുഭവിക്കേണ്ടി വരും. നമ്മളത് വിറ്റ് പോകാമെന്ന് വിചാരിച്ചാൽ പോലും അത് ആരും കയ്യേക്കില്ല, വാങ്ങിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭൂമിയിലൊന്നും നമ്മൾ വീട് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും പരിഹരിച്ച് പിന്നീട് ഒരിക്കലും ദോഷങ്ങൾ വരാത്ത വിധം നമ്മൾ ഭൂമിയെ സംരക്ഷിച്ചതിന് ശേഷം നമ്മൾ വീട് വയ്ക്കുക. അങ്ങനെയുള്ള ഭൂമിയാണെങ്കിലും വീട് വയ്ക്കുമ്പോൾ വാസ്തുപരമായി ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വാസ്തു കൂടി നമ്മൾ നന്നായി പരിപാലിച്ച് ചെയ്താൽ നമ്മൾ വയ്ക്കുന്ന നമ്മുടെ സ്വപ്നമാണ്. ഒരു കുറച്ച് ഭൂമി വാങ്ങിച്ച് അതിലൊരു നമുക്കിഷ്ടപ്പെടുന്ന വിധത്തിലൊരു വീട് വെച്ച് കുടുംബമായി അവിടെ താമസിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അങ്ങനെ ഒരു വീട് വെച്ചതിന് ശേഷം ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ഭ്രാന്തെടുത്ത് കിട്ടുന്ന വിലയ്ക്ക് കളഞ്ഞിട്ട് ഓടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുരന്തമാണ്. അങ്ങനെ വരാതിരിക്കാൻ തുടക്കം നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും പൈസ മുടക്കുന്നു, നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിക്കാൻ വേണ്ടി ചാടിയിറങ്ങുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്കത് നന്നായി നടക്കും. പക്ഷേ ആദ്യപടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമി, നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന ഭൂമി മനുഷ്യവാസത്തിന് പറ്റുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വീട് വെച്ച് മനസ്സമാധാനത്തോടെ താമസിക്കുവാൻ സാധിക്കും. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും ശത്രുദോഷങ്ങളോ പ്രേതബാധ ദോഷങ്ങളോ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ പരിശോധിച്ച് പരിഹരിക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾക്ക് ജ്യോതിഷം അറിയാൻ നേരിട്ട് വരാൻ സാധിക്കും. അത് തിരുവനന്തപുരത്താണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന
ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന സൈറ്റ്, ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.